നമസ്കാരം വിനോദ ലോകത്തെ വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറഞ്ഞ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ഒരു പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണല്ലോ. എങ്കിലും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹരികൃഷ്ണൻസ്, അതുപോലെ തന്നെ ദോസ്ത്, ശ്രീനിവാസനും മോഹൻലാലും കൂടെ നമ്മളെ ചിരിപ്പിച്ച നാടോടിക്കാറ്റ് എന്നിങ്ങനെയുള്ള സിനിമകളായിരിക്കും ആദ്യം മനസ്സിൽ വരിക. എങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സിനിമ ചിലപ്പോൾ ഫ്രണ്ട്സ് എന്ന മൂവി ആയിരിക്കും. അതെ, 19 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും മലയാളത്തിലെ ഏറ്റവും മികച്ച ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന സിനിമ ഫ്രണ്ട്സ് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. 1999 ഏപ്രിൽ 12-ാം തീയതിയാണ് ഫ്രണ്ട്സ് എന്ന സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നത്. സിദ്ദീഖ് ആയിരുന്നു സംവിധാനം. ഇതിൻ്റെ നിർമ്മാണം ലാലായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സിദ്ദീഖ് എന്ന സംവിധായകൻ ജയറാമിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ ഒരുക്കുന്നത് തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരുപാട് ചിരിച്ചു മറിഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു. കാരണം അതുവരെയുള്ള നമ്മൾ കണ്ട് ശീലിച്ച കോമഡികളിൽ നിന്നും വ്യത്യസ്തമായി പുതിയൊരു ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്ക് കണ്ണ് നനയിപ്പിക്കുകയും ചെയ്ത ഒരു മനോഹരമായ സിനിമയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾഡ് ഫിലിം റിവ്യൂയിലൂടെ ഫ്രണ്ട്സ് എന്ന സിനിമയാണ് പരിചയപ്പെടുത്തുന്നത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ അരവിന്ദൻ എന്നൊരു പൂവാലിനായി ജയറാം തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ചന്തു എന്ന അരവിന്ദൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മുകേഷും, അതുപോലെ തന്നെ ചക്കച്ചാമ്പറമ്പിൽ ജോയി എന്ന രസികൻ കഥാപാത്രമായി ശ്രീനിവാസനും നമ്മളെ ഒരുപാട് രസിപ്പിച്ചതാണ്. ഈ 3 വേഷങ്ങളും ഇവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതേ സിനിമ തമിഴിൽ നമ്മൾ കണ്ടതാണ്. ഇതേ സിദ്ദീഖ് തന്നെയാണ് തമിഴിലും സംവിധാനം ചെയ്തത്. പക്ഷെ തമിഴിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ മലയാളവും തമിഴുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി മലയാളത്തിൽ ഈ നടന്മാർ എത്രത്തോളം മികച്ചാണ് ഈ ഒരു കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയത് എന്ന്. തമിഴിൽ അരവിന്ദൻ്റെ റോൾ ചെയ്തത് വിജയ് ആയിരുന്നു. അതുപോലെ തന്നെ ചന്തുവിൻ്റെ റോൾ ചെയ്തത് സൂര്യയായിരുന്നു. സൂര്യയുടെ ഒരു തുടക്കകാലമായിരുന്നു. തമിഴിൽ പക്ഷേ ഈ സിനിമ ഒരു വലിയൊരു ഹിറ്റായില്ല. മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ 1999 ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഈ സിനിമ. ഏകദേശം 1.5 കോടി രൂപ മുതൽ മുടക്കിലാണ് അന്നത്തെ ഒരു ബിഗ് ബജറ്റായിട്ട് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷേ അന്നത്തെ ഒരു 99 ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പറിച്ചത്. ഏകദേശം 12 കോടി രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും കളക്ട് ചെയ്തത്. അങ്ങനെ 99 ഏറ്റവും വലിയ വിജയ ചിത്രം കൂടിയായി ഈ ഒരു ചിത്രം. കഥാപാത്രങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ സിനിമയിൽ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയും. നായികമാരായിട്ട് ദിവ്യ ഉണ്ണി, അതുപോലെ തന്നെ മീന തുടങ്ങിയ ക്യാരക്ടേഴ്സ്, പിന്നെ കൊച്ചിൻ അനീഫ, ജനാർദ്ദനൻ, ജഗതി ശ്രീകുമാർ എന്നിങ്ങനെയുള്ള വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. കോമഡിയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ തലത്തിലുള്ള കോമഡികളെന്ന് മുമ്പേ പറഞ്ഞു. അപ്പോൾ ഇത്തരം കോമഡികളുടെ പുതിയൊരു ആവിഷ്കാരം നമ്മൾ ഈ സിനിമയിൽ കണ്ടു. പ്രത്യേകിച്ച് പോണ്ടിച്ചേരിയിൽ ഈ ഒരു 2 സംഘം ചെന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ജഗതിയെ കാണുന്നതും അതിനുശേഷം കൊട്ടാരത്തിൽ പെയിന്റ് അടിക്കാൻ പോകുന്നതുമായ ഒരുപാട് സീനുകൾ. ശരിക്കും ഇന്നും ട്രോളന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സിനിമയിലെ ഇത്തരം സീനുകൾ വെച്ചിട്ടാണ്. ഇന്നും പല ട്രോളന്മാർക്കും അവരുടെ ഏറ്റവും വലിയ പോയിന്റുകൾ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് ഈ സിനിമയിലെ ഡയലോഗുകൾ വെച്ചിട്ടാണെന്ന് പറയാം. ഗാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇളയരാജയാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇളയരാജയുടെ ഗാനങ്ങൾ അതീവ ഹൃദ്യമായിരുന്നു. നമ്മൾ ഇന്നും കേട്ടാൽ ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ ഫ്രണ്ട്സ് 19 വർഷങ്ങൾക്ക് ശേഷവും മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൗഹൃദത്തിൻ്റെ സിനിമ തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം. ദിസ് ഈസ് ഫിലിമി ബീറ്റ് മലയാളം.